രണ്ടാമത്തെ പ്രശ്നം റെന്റ് കാർ എന്നുള്ളത് വൈറ്റ് ബോർഡ് വെച്ച് ഒരു നോൺ ട്രാൻസ്പോർട്ട് വെഹിക്കിൾ റെന്റ് കാർ കൊടുക്കാൻ പാടില്ല, നിയമമില്ല. ഞാൻ എൻ്റെ ആവശ്യത്തിന് വേണ്ടി ഒരു വണ്ടി വാങ്ങിച്ചിട്ട് ഒരാൾക്ക് പൈസ ആണെങ്കിലും ഫ്രീ ആണെങ്കിലും കൊടുക്കാൻ പാടില്ല എന്ന നിയമം. ഒരാളുടെ വാഹനം വേറൊരാളുടെ കയ്യിൽ കണ്ടാൽ ഇറ്റ് വിൽ ബി അസ്യൂംഡ് ദാറ്റ് ഇറ്റ് ഈസ് ഫോർ സം ഫൈനാൻഷ്യൽ ഗെയിൻ. ആ രീതിയിൽ തന്നെ നമ്മുടെ ഒരു നടപടി ഉണ്ടാവും. അതെ, നടന്നിട്ടുണ്ട്. റോഡ് സേഫ്റ്റിൻ്റെ ബന്ധപ്പെട്ടാണ് ഇതിൻ്റെ ഈ മീറ്റിംഗ് മെയിൻ ഫോക്കസ് തന്നെ പറയാം. പ്രിവെൻറ്റീവായിട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, നമ്മുടെ റോഡിലുള്ള എൻഫോഴ്സ്മെൻറ്റ് മാത്രമുള്ള പ്രിവെൻഷൻ, ജനറലി ഒരു ഡ്രൈവിംഗ് കൾച്ചർ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയും വെഹിക്കിൾ ഫിറ്റ്നസ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയും പിന്നെ ഡ്രൈവേഴ്സിൻ്റെ സ്കിൽ ആൻഡ് നോളജ് ചെക്ക് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. രാത്രികാല എൻഫോഴ്സ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നം രാത്രികാലങ്ങളിൽ പോലീസിൻ്റെ പട്രോളിംഗ് നടക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ മോട്ടോർ എൻഫോഴ്സ്മെൻറ്റ് കൂടുതൽ വ്യാപകമാക്കാൻ എന്തെങ്കിലും പ്ലാനുകളാണ്? ഇപ്പോൾ നമ്മൾ ജോയിൻറ്റ് ചെക്കിങ് ചെയ്യാനാണ് തീരുമാനിച്ചത്. കാരണം ഒരു ഫോഴ്സ് മൾട്ടിപ്ലയർ ആണ് നമുക്ക് വേണ്ടത്. പോലീസ് ആണെങ്കിലും മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് ആണെങ്കിലും ഒരു എൻഫോഴ്സ്മെൻറ്റ് കൂടെ ചെയ്ത് കഴിഞ്ഞാൽ അവർ പഠിക്കുന്ന ഒഫൻസസ്, MVD പിടിക്കുന്ന ഒഫൻസസ് പലതരം ഒഫൻസസ് ആണ്. പിന്നെ MVD പിടിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ പിഴ കൂടുതലാണ്. അതിൻ്റെ ജനങ്ങൾക്കൊരു പേടിയുണ്ട്. അപ്പോൾ പോലീസ് MVD ഒരുമിച്ച് ജോയിൻറ്റ് ചെക്കിങ് ചെയ്യാൻ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. ഇനി വിസിബിലിറ്റി കൂടും, എൻഫോഴ്സ്മെൻറ്റിൻ്റെ വിസിബിലിറ്റി കൂടും. പിന്നെ ന്യൂ ഇയർ കൂടെ വരാൻ പോവുകയാണ്, അതിൻ്റേതായ ചെക്കിങ് ഒരുപാട് ഉണ്ടാവും. ആക്സിഡൻറ്റ് പ്രിവെൻഷനാണ് നമ്മുടെ മെയിൻ ഉദ്ദേശം. റോഡ് സേഫ്റ്റിയായിട്ട് ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ പലപ്പോഴും MVD പോലീസിൽ നിന്ന് കൊടുക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ റോഡ് ഓഡിറ്റ് റിപ്പോർട്ട്. പക്ഷേ അത് പലപ്പോഴും നടപ്പാക്കുന്നുണ്ട്. ഉദാഹരണം ആലപ്പുഴ തന്നെ പലതവണ ദേശീയപാതയിൽ ബന്ധപ്പെട്ട റോഡ് റിപ്പോർട്ട് പക്ഷേ നടപടികൾ ഉണ്ടാകും. ഇതെന്താ ചെയ്യേണ്ടത്? റോഡ് ഓഡിറ്റ് എന്ന് പറയുമ്പോൾ അത് ഒരു മൾട്ടി ഏജൻസി ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ റോഡ് എഞ്ചിനീയറിംഗിൽ ഉൾപ്പെടുത്തിയ ഒരുപാട് ഏജൻസീസ് ഉണ്ട്. ഇംപ്ലിമെൻറ്റിംഗ് ഏജൻസീസ് ഉണ്ട്, പിന്നെ അഡ്വൈസറി ഏജൻസീസ് ഉണ്ട്. അപ്പോൾ നമ്മളൊരു വൺ ഓഫ് ദ ഇംപ്ലിമെൻറ്റിംഗ് ഏജൻസീസാണ്. ദാറ്റ് മീൻസ് എൻഫോഴ്സ്മെൻറ്റ് റിലേറ്റഡ്. നമ്മൾ പറയുന്ന സജഷൻസ് മുഴുവൻ ഒരു സ്പെഷ്യലിസ്റ്റ്സ് ആയിട്ടുള്ള ആൾക്കാർ അതൊന്ന് അത് സ്റ്റഡി ചെയ്തിട്ട് പിന്നെ മാത്രമേ അത് ചെയ്യുള്ളൂ. അപ്പോൾ നമ്മുടെ പെർസ്പെക്റ്റീവ് നമ്മൾ പറയും. അപ്പോൾ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ കുറച്ച് സമയമെടുക്കും. അതാണ്. ഇപ്പോൾ ലീഗലി പറഞ്ഞാൽ ഒരു വർഷത്തിൻ്റെ രജിസ്ട്രേഷൻ വാലിഡിറ്റി 15 വർഷമാണ്. അപ്പോൾ കഴിഞ്ഞ ആക്സിഡൻറ്റ് നടന്ന വാഹനം 14 വർഷമായിരുന്നു. അപ്പോൾ ലീഗലി ഇറ്റ് വാസ് വാലിഡ്. അത് കഴിഞ്ഞിട്ടും ഇനി ഓരോ വർഷം നമുക്ക് ഫിറ്റ്നസ് ചെക്ക് ചെയ്തിട്ട് വണ്ടി ഫിറ്റാണെങ്കിൽ ഫിറ്റ്നസ് കൊടുക്കാൻ പറ്റും. ഒന്ന്, അത് പ്രൈവറ്റ് വാഹനമാണെങ്കിൽ. രണ്ടാമത്തെ പ്രശ്നം റെന്റ് കാർ എന്നുള്ളത് വൈറ്റ് ബോർഡ് വെച്ച് ഒരു നോൺ ട്രാൻസ്പോർട്ട് വെഹിക്കിൾ റെന്റ് കാർ കൊടുക്കാൻ പാടില്ല, നിയമമില്ല. ഞാൻ എൻ്റെ ആവശ്യത്തിന് വേണ്ടി ഒരു വണ്ടി വാങ്ങിച്ചിട്ട് ഒരാൾക്ക് പൈസ ആണെങ്കിലും ഫ്രീ ആണെങ്കിലും കൊടുക്കാൻ പാടില്ല എന്ന നിയമം. ഒരാളുടെ വാഹനം വേറൊരാളുടെ കയ്യിൽ കണ്ടാൽ ഇറ്റ് വിൽ ബി അസ്യൂംഡ് ദാറ്റ് ഇറ്റ് ഈസ് ഫോർ സം ഫൈനാൻഷ്യൽ ഗെയിൻ. ആ രീതിയിൽ തന്നെ നമ്മുടെ ഒരു നടപടി ഉണ്ടാവും.